conversation. English. Malayalam പറ. Grazie. Okay. Like the Italians. Grazie. Grazie. ക്ലബ്ബ് അല്ലോലെ ഇന്ത്യക്കാരെ കയറ്റൂല. ആ ക്ലബില് ഇന്ത്യൻ ആയിട്ടുള്ള എന്നെ കയറ്റിയില്ല കേട്ടോ. ഇന്ന് ഞാനൊരു മാൾട്ടക്കാരൻ്റെ കൂടെ ഒരു മാൾട്ടീസ് വ്ലോഗാണ് കേട്ടോ ചിത്രീകരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാൾട്ടയിൽ നിന്ന് ഗോസോ ഐലൻഡിലോട്ട് വന്ന് ഗോസോയിൽ വന്നിട്ട് ഞാൻ നമ്മുടെ മറിയോന്റെ കൂടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഹലോ മറിയോ, ഹൗ ആർ യു? I'm very good. I'm preparing some homemade pasta, which is very Italian. Thank you so much, man. Thank you so much for hosting me and inviting me. I'm so happy. It's my pleasure. ഇവിടെ നമ്മുടെ പാസ്ത ഉണ്ടാക്കുവാണ്. I like to host people. ഇവിടെ നമ്മുടെ പാസ്ത ഉണ്ടാക്കുവാണ് മറിയോ. മറിയോ ആക്ച്വലി നമ്മുടെ മാൾട്ട ഐലൻഡിൽ ജീവിച്ച വ്യക്തിയാണ്. വാവ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു 10-40 വർഷം മുമ്പേ ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു ഐലൻഡിലോട്ട് ഇങ്ങോട്ട് മാറി. ദിസ് ഇസ് എ ലൈം സ്റ്റോൺ ബിൽഡിംഗ്, റൈറ്റ്? Yes. ഇത് ലൈം സ്റ്റോൺ ബിൽഡിംഗ് ആണ് കേട്ടോ. ലൈം സ്റ്റോൺ വെച്ചുണ്ടാക്കിയ പഴയ മാൾട്ട ഹൗസ് ആണ് കേട്ടോ. It's at least 200 years old. 200 years old. At least, maybe even more. വാ, 200 വർഷങ്ങളെങ്കിലും മിനിമം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. Hold it like that. Okay. Just put it there with one hand. ഞാനിവിടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. Then you turn this. ഓക്കെ. So you need. Wow. Okay. ഇതാണ് കേട്ടോ നമ്മളെ പാസ്ത ഉണ്ടാക്കുന്ന രീതി. എല്ലാവരായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ ചിരവയൊക്കെ വയ്ക്കൂലേ, അതുപോലെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഇതാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നു, Put it there. ഇവിടെ ഇടുന്നു, എന്നിട്ട് വീണ്ടും ഇത് വയ്ക്കുന്നു, അടുത്ത് ഇടുന്നു. Yes, I'm a professional. I think I should start some pasta business here. You should start the pasta shop. ഇതാണ് കേട്ടോ. സിമ്പിൾ കേട്ടോ. Wow. Just leave it there. It's here, right? Yes. These there. നമ്മുടെ മറിയോടെ പാഷൻ കുക്കിംഗ് ആണ് കേട്ടോ. അവിടെ കിഡ്നി ബീൻസ്, ഇവിടെ താണ്ടേ പാസ്ത, ഫുള്ള് കണ്ടില്ലേ ഭക്ഷണമാണ് കേട്ടോ. കിച്ചൺ മുഴുവൻ പുള്ളിക്കാരൻ്റെ പാഷൻ ഫുള്ള് ഇങ്ങനെ കുക്ക് ചെയ്യാനാണ്. ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറിയ ആക്ച്വലി പറഞ്ഞതാണ്, അതായത് മറിയോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറിയോയുടെ സ്കൂളിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മാൾട്ടയിൽ ധാരാളം മലയാളികളും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യക്കാരൊക്കെ ജോലിയെടുക്കാൻ വേണ്ടി വരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ബ്രിട്ടീഷിൻ്റെ കോളനിയായിരുന്നു ഇന്ത്യ. ബ്രിട്ടീഷിൻ്റെ കോളനി മാൾട്ടയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ജോലിക്കാരെയൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ധാരാളം പേരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. സോ the surname, like you had friends? Chatlani, if I remember rightly. Okay, so is there like a lot of people? I would say some hundreds. Some 100, maybe 1,000, but yeah, 10,100 പേര്. പക്ഷെ അവർ വളർന്ന് അവർക്ക് ധാരാളം കടകൾ, ബിസിനസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവർ മാൾട്ടീസ് ഭാഷ സംസാരിക്കും. ഇപ്പം ഇന്ത്യക്കാരെന്നുള്ള രീതിയിലല്ല അവർ ജീവിക്കുന്നത് കേട്ടോ. we use the Italian. Grazie. Okay. Like the Italians. Grazie. നമ്മൾ ഭക്ഷണത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. പാസ്ത, ലെൻറ്റിൽ സൂപ്പ്, ലെൻറ്റിൽ സോസ്. The difference between a sauce and a soup is the amount of water. Yeah, exactly. If you put more water, it becomes soup. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഇവിടെ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞു. ഈ കാണുന്നത് ബിഗില്ലോ എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ, വിനെഗർ, ഗാർലിക് and this one. നമ്മുടെ വലിയ ബ്രോഡ് ബീൻസ് കൊണ്ട് നിർമ്മിച്ച ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ബിഗില്ല എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് ഡേറ്റ്സ്, സിനമൺ, നമ്മുടെ ക്ലോവ്സ്, സ്റ്റാർ അനീസ് and orange peel. ഇതെല്ലാം കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയൊരു ഈത്തപ്പഴച്ചാർ പോലത്തെ സാധനമുണ്ട്. ഇത് രണ്ട് നോർത്ത് ആഫ്രിക്കൻ ഡിഷസ് ആണ്. അറബ്സ് ഇവിടെ വന്ന് റൂൾ ചെയ്തല്ലോ, അപ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന സംഭാവനയാണെന്നാണ് തോന്നുന്നത് ഈ കാണുന്ന ഭക്ഷണം. ദിവസം നമ്മുടെ മാറിയോടെ വീട്ടിലായിരുന്നു ഞാൻ കിടന്നത്. രാവിലെ ഞാൻ എണീറ്റു.
ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഫുള്ള് ഞാൻ മഞ്ഞ കളർ പെയിൻറ്റും. അവിടെ ഒരാൾ ഓണടിച്ച് നമ്മുടെ നാട്ടിൽ മീനൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഒരു കാറിൽ എന്തൊക്കെ വെജിറ്റബിൾ എന്തോ കൊണ്ടുപോകുന്നുണ്ട്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. മാറി എണീറ്റുണ്ടോ ഞാൻ പോയി നോക്കിയില്ല. ഇവിടെയാണ് കേട്ടോ ഞാൻ ഇന്നലെ കിടന്നത്. ഇതാ പോകുന്ന കണ്ടില്ലേ, ഈ കാണുന്ന ഇതാണ് കേട്ടോ. ഹോണടിച്ച് ഇവിടെ ഒരു ആക്രി സെറ്റപ്പാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. പുള്ളി അടിപൊളി മനുഷ്യനാണ്. ഇവിടെ നമുക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ രാത്രി മൂത്രമൊഴിക്കാം. കാരണം എനിക്കെന്ന് പറയുമ്പോൾ വെള്ളം കുടിച്ചാലെന്ന് പറയുമ്പോൾ രാത്രി ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വിട്ടി പോവും. അപ്പോൾ എൻ്റെ ഉറക്കം പോവും. പക്ഷേ അങ്ങനെയുള്ള എനിക്ക് സത്യത്തിൽ ഇത് ഭയങ്കര, ചിലപ്പോൾ ഉറക്കത്തിൽ എനിക്ക് മടിയായിരിക്കും കേട്ടോ മൂത്രമൊഴിക്കാൻ പോകാനായിട്ട്. അങ്ങനെയുള്ള എനിക്ക് ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇന്ന് 4 തവണ രാത്രി ഞാൻ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്ന് തൊട്ടടുത്ത് ഈസി കേട്ടോ. വാഷ്റൂമിലോട്ട് പോകണ്ട, ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. നിങ്ങൾക്കിത് കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ? പക്ഷേ പേടിക്കണ്ട, ഇവിടുത്തെ ലൈറ്റ് കണ്ടിട്ട് കണ്ടില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ലൈബ്രറിയാണ്. പണ്ടത്തെ പഴയ പുസ്തകങ്ങളും സംഭവങ്ങളും. കണ്ടിട്ട് ഹോസ്പിറ്റൽ പോലെ ഉണ്ട് കേട്ടോ, ഹോസ്പിറ്റൽ ബെഡ് പോലെ. ഇവിടെ ഒരു അറ്റ്ലസ് ഒക്കെ ഉണ്ട്, ഓരോ രാജ്യത്തിൻ്റെ മാപ്പുള്ള അറ്റ്ലസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കേരളത്തിൻ്റെ ഞാൻ എന്തെങ്കിലും എഴുതി വെക്കണം കേട്ടോ, കേരളത്തിൻ്റെ അറ്റ്ലസ്. പിന്നെ ഇവിടെ താണ്ട വീണ്ടും ഒരു ചെറിയൊരു ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ്. ഇവിടെ നമ്മുടെ വാഷ്റൂം, ശുചിമുറിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ താണ്ട ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ. രാവിലെ മാരിയോടെ കിച്ചണിൽ വന്നു. ഗുഡ് മോർണിംഗ് മാരിയോ. Good morning. You already prepared for me. Of course. രാവിലെ 6 മണിക്ക് എണീറ്റ് ഞാൻ താഴെ വന്നപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഇരിക്കേണ്ടത് അതുകൊണ്ട് എന്തൊക്കെ കഴിക്കാനായിട്ട് പ്ലേറ്റ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. പുള്ളിക്കാരൻ ഓൾറെഡി എനിക്ക് വേണ്ടി അടുക്കി വെച്ചിരിക്കുകയാണ്, ഏത് വേണമെന്ന് കഴിക്കാൻ. ഫിഷ്, നോ ഫിഷ്, ബീഫ്, ചിക്കൻ. യെസ്, സോ ഹോസ്പിറ്റബിൾ. I'm a couch surfer. നമ്മുടെ മാറിയോൻ്റെ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞാനിനി ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അടഞ്ഞു. രാവിലെ കുറച്ച് വെയിൽ കുറവുണ്ട്, പക്ഷേ ഇന്ന് ഇവിടെ മഴക്കോളാണ് കേട്ടോ. ഞാൻ നേരത്തെ മറ്റേ ഹൂവി വിളിച്ച വണ്ടിയിൽ നിന്ന് പോയില്ലേ, അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ മീൻ വണ്ടിയോ പോലെയെന്ന്. അത് മീനാണ് കേട്ടോ, സത്യത്തിൽ മീൻ വണ്ടി തന്നെയായിരുന്നു. ഇവിടെ മീൻ വല്ലപ്പോഴും ഉള്ളപ്പോഴൊക്കെ വരും, എപ്പോഴും വരില്ല. ഇവിടെ ഒരു പച്ചക്കറി കടയൊക്കെയാണ് കേട്ടോ. ഒരു വണ്ടിയിലിട്ട് വിൽക്കുന്ന ഒരു പച്ചക്കറിക്കാരൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനങ്ങനെ നമ്മുടെ രാജസ്ഥാൻ തെരുവിലൂടെ, എനിക്ക് രാജസ്ഥാൻ എന്നാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മുടെ മാൾട്ടയിലെ രാജസ്ഥാൻ തെരുവിലൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഫുള്ള് മഞ്ഞ കളർ. ഇവിടെയുള്ള ഈ മതിലുകൾ തന്നെ കണ്ടില്ലേ, വെറുതെ ഇങ്ങനെ കല്ലടുക്കി അടുക്കി വെച്ചിരിക്കുന്ന മതിലുകളാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. സത്യം പറയാലോ, എനിക്ക് രാജസ്ഥാൻ പോലെയാണ് തോന്നുന്നത്. രാജസ്ഥാനിൽ നല്ലപോലെ കറങ്ങിയ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അവർക്കിത് കാണുമ്പോൾ രാജസ്ഥാനെന്ന് തോന്നും. കണ്ടില്ലേ ഫുള്ള് ഇവിടുത്തെ ബ്ലോക്ക് കണ്ടില്ലേ, ഫുള്ള് ലൈം സ്റ്റോൺ ബ്ലോക്കുകളും സംഭവങ്ങളും. കറക്റ്റ് അതാ. ഇവിടെയൊക്കെ ധാരാളം മലയാളികളുണ്ട് കേട്ടോ. കുറേ വണ്ടികളിലൊക്കെ പോകുന്ന ഡ്രൈവേഴ്സ്, പിന്നെ കുറേ പേര് ഞാൻ മലയാളികളെ കാണുന്നുണ്ട്. എല്ലാവരെയും നിങ്ങളെ കാണിച്ചു തരുന്നില്ലെന്നേ ഉള്ളൂ. കുറേ മലയാളികളെയാണ് കേട്ടോ കാണുന്നത്. മലയാളികളെ തട്ടി സത്യത്തിൽ നടക്കാൻ വയ്യ. മാൾട്ടയിൽ വന്ന് ഹിച്ചേക്ക് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ മാൾട്ടയിൽ ഹിച്ചേക്ക് ചെയ്തു കേട്ടോ. പക്ഷേ നടന്നു പോകേണ്ട എനിക്ക് സമയമുള്ളൂ, ആവശ്യമുള്ളൂ. ഞാനതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് പോകുന്നത്. ഇവിടെയുള്ള ഇതൊക്കെ പഴയ വണ്ടികളാണ് കേട്ടോ, നല്ല രസമുള്ള പഴയ വണ്ടികളൊക്കെ. ഇവിടെ ഞാൻ മറ്റേ ബ്രോളൊക്കെ പറഞ്ഞു, അതായത് ഇവർക്ക് ധാരാളം പഴയ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള വണ്ടികൾ ഇവർക്ക് എപ്പോഴും ഇറക്കാൻ പറ്റില്ല. ഇവർ വല്ലപ്പോഴും ഇറക്കുള്ളൂ കേട്ടോ. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ ശനി ഞായർ പുറത്തിറക്കാനുള്ള അനുമതിയുള്ളൂ. താഴെ നിന്ന് നമ്മുടെ ബീച്ച് കാണാം, മനോഹരം. ഇതാ ഞാൻ പോകുന്നത് ആ കാണുന്ന ബീച്ചിലോട്ടാണ് കേട്ടോ. ആ കാണുന്നതോ അല്ലയോ? ആ കാണുന്നതല്ല എന്ന് തോന്നുന്നു കേട്ടോ. അതാ ഈ കാണുന്ന ഫീൽഡ് വഴിയാണ് കേട്ടോ എനിക്ക് ഇറങ്ങിപ്പോകേണ്ടത്. ഈ കാണുന്നതെല്ലാം അഗ്രികൾച്ചറാണ്. ഇവിടെ ആക്ച്വലി അഗ്രികൾച്ചർ ഇവർക്ക് തുടക്കട്ടെ. ഞാൻ എൻ്റെ ക്യാമറ
ഇവർക്ക് അഗ്രികൾച്ചർ കൃഷി രീതികളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തത് ഈ അറബ് റൂൾ വന്നപ്പോഴാണ് കേട്ടോ. അറബ്സിന്റെ സംഭാവനയാണ് ആക്ച്വലി. അറബ്സാണ് കൃഷി രീതികളും ഇറിഗേഷൻ കുറേ സംഭവങ്ങളൊക്കെ റോമന് ശേഷം ഇവർ വന്നിട്ട് ഇവിടെ മാൾട്ടയ്ക്ക് സംഭാവനയായിട്ട് കൊടുത്തു. ആ കാണുന്ന സംഭാവനകളുടെ ബാക്കി പത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ മുന്തിരി കൃഷിയോ. ഇവിടെ ആപ്പിൾ ഒഴിച്ച എല്ലാം ഉണ്ട്. ആപ്പിളും ഉണ്ട്, പക്ഷേ ആപ്പിൾ തണുപ്പ് ഇതിനാണ് ആപ്പിളൊക്കെ പറ്റുന്നത്. ആപ്പിൾ വളരെ കുറവാണ്. പിന്നെ ഒലിവ്സ് ഉണ്ട്, പിന്നെ എഗ് പ്ലാന്റ്സ്, ടൊമാറ്റോസ്, ഇവരെല്ലാം ഉണ്ട് കേട്ടോ. ഓറഞ്ചുകൾ എല്ലാം ആക്ച്വലി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ലിമിറ്റഡ് വാട്ടർ റിസോഴ്സേ ഉള്ളൂ, ലിമിറ്റഡ് സ്പേസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ധാരാളം സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ പംകിനോ എന്തോ കൃഷികളൊക്കെയാണ് കേട്ടോ. ഒരു വെള്ളം സംഭവം എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്ത്. പക്ഷെ ഇവർക്ക് വെള്ളവും കുറച്ച് ലാൻഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി കൃഷി രീതികൾ കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാണുന്ന ഡ്രൈ ലാൻഡ്, ഈ മരുഭൂമിയിലെല്ലാം ഇതുപോലുള്ള ചെടികളാണ് കേട്ടോ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബീച്ച് ഓൾമോസ്റ്റ് എത്താറായി. ഞാനിങ്ങനെ ഗ്രാമങ്ങളിലൂടെ നടക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ക്വയറ്റാണ്. രാത്രി വന്നാൽ ചിലപ്പോൾ പേടിക്കും. കാരണം ഒരു മനുഷ്യന്മാരും ഇല്ല, ആളുകളും വളരെ കുറവാണ് ഇവിടെ താമസിക്കുന്നത്. ഫുള്ള് ഫാം ലാൻഡുകളൊക്കെ. വരുമ്പം തന്നെ രാവിലെ തിരക്കാം, ഫുള്ള് കാറും. ഈ കാണുന്നത് നമ്മുടെ ബീച്ച് ലോക്കറാണ് കേട്ടോ. നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഇതിൽ CCTV ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ. അത് കൊള്ളാം. ഇവിടെ ധാരാളം നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ ജിപ്സി റൈഡ് സഫാരിയൊക്കെ അല്ലേ, അതുപോലുള്ള സഫാരികൾ ആക്ച്വലി ഇവിടെയും ഉണ്ട്. ഇവിടെ ഈ കാണുന്നത് ഒരു ചെറിയൊരു ഐസ്ക്രീം ഷോപ്പാണ്. വണ്ടിയിലിട്ട് ഐസ്ക്രീം വിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന എല്ലാം ജിപ്സി ടൂൾസാണ് കേട്ടോ. മാത്രമല്ല ഇവർക്ക് കോഡ് ബൈക്സ് ടൂൾസൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഹലോ, ഇനി കുറച്ച് തന്നെ ഇവിടെ തിരക്ക് കൂടും. ഇപ്പോൾ ഓൾറെഡി തന്നെ കുറേ ആളുകൾ വരുന്നുണ്ട്. പിന്നെ നീന്തിപ്പിക്കാനൊക്കെ, പിന്നെ സൈറ്റ് സീയിങ്ങിനായിട്ട് ഈ കോഡ് ബൈക്സ് കൊണ്ടുപോയി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് നമ്മുടെ ബീച്ച് വരുന്നത്. നമ്മുടെ റംല, ഓക്കെ, ഇവിടെ നമ്മുടെ റംല ബീച്ചിലോട്ട് വന്നു. ഇവിടെ കുറച്ച് പേരുണ്ട്. അയ്യോ നല്ല കാറ്റ്, ഇന്ന് മഴ. അയ്യോ ഇവിടെ കുറെ ആൾക്കാരൊക്കെ വന്നു. ഇന്ന് ആളുകൾ നീന്തുന്നത് വളരെ കുറവാണ്. കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റ് കേട്ടോ. അവിടെ കണ്ടില്ലേ കാർമേഘങ്ങളൊക്കെ ഫുള്ള്. ആളുകൾ ഓൾമോസ്റ്റ് ലീവിയാണ് കേട്ടോ എല്ലാവരും. ഇവിടെ രണ്ടുപേരുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ്, അതില്ല. ഹൗ ആർ യു? ഇവിടെ എന്ത് ചെയ്യുന്നു? നാട്ടിലെവിടെയാ? കൊല്ലം. അപ്പൊ നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്തു, കുറച്ചു നേരം സംസാരിക്കുമായിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, താങ്കളെ കണ്ടതിലും ഇംഗ്ലീഷ് മലയാളം പറ. നമുക്കൊരു നല്ല കോൺവെർസേഷൻ ഉണ്ടായി. I feel so happy about it. And tell me something in Hindi, even though it is not our mother language. Mujhe nahi pata. Wow. Where did you go in India? Punjab area. Dharmshala. And New Delhi. New Delhi. Okay. Yes. Next time you are coming to our place. Yes. You know which place? What's the name of our state? Kerala. Kerala. Yeah. Next time we will meet you there. Yes. Okay. ഇത് ഹുയി നമ്മുടെ എക്കയുടെ നാട്ടുകാരിയാണ് കേട്ടോ. തായ്വാനുകാരിയാണ്. Where in Taiwan you are from? I'm from South Kaohsiung. Okay. Yeah, it's near to the beach. Yes, but ഹാർബർ ഏരിയ. അപ്പോൾ നമ്മൾ നീന്താൻ വേണ്ടി വന്നതാണ്. പക്ഷെ നീന്താനായിട്ട് വന്നപ്പോൾ ഇവിടെ ഫുള്ള് കാറ്റും മഴ വരാനുള്ള ഒരു മൂടാണ് കേട്ടോ. ഇവിടെ മഴ വന്നാല് മാട്ട ഫുള്ള് വെള്ളത്തിൽ മുങ്ങും കേട്ടോ. ഇവിടെ ഗോസോയിൽ എങ്ങനെയാണോ? ചില ഏരിയകളൊക്കെ. ചേച്ചി ഗോസോയിലാണ് കേട്ടോ. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മാട്ടയില് മിക്ക സ്ഥലവും മുങ്ങൂലേ? മാട്ടയില് മഴ വന്നാൽ കുറച്ച് മുങ്ങും കേട്ടോ. വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് നല്ല, അയ്യോ ഞാൻ നീന്താനെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ രാവിലെ. ഇവിടെ കാറ്റ് കൂടി. എന്റെ അമ്മ നോക്കി പറക്കുന്നുണ്ടില്ലേ കാറ്റ്. ഞാൻ ഇവരെയും കൂടെ മഴ നനയിപ്പിച്ച് കൊണ്ടുപോവാണ്. ഇവിടെ ഞാനൊരു കുതിരയെ കണ്ട കേട്ടോ. നേരത്തെ ഈ വീട്ടിൽ വന്നു, പക്ഷെ ആളില്ലായിരുന്നു. ഇപ്പൊ ആള്. കുതിരയല്ല കേട്ടോ, കുതിരയല്ല, കഴുതയാ. ഇറ്റ്സ് നോട്ട് ഹോഴ്സ്, ഡോങ്കി. I thought it was a horse. ഡോങ്കിയാണ് കേട്ടോ. ഈ വീട്ടിൽ ആരുമില്ല. ഇവിടെ നമ്മുടെ റെസ്ക്യൂ ടീമൊക്കെ പോകുന്നുണ്ടല്ലോ. മഴയത്ത് എന്തെങ്കിലും പറ്റിയോ?
time if you feel something, അത് റെസ്ക്യൂ ടീമാണ് കേട്ടോ. I can accompany with you. ഇവിടെ വെള്ളപ്പൊക്കം ആയി തുടങ്ങി കേട്ടോ. അതാ എൻ്റെ അമ്മോ, ഇതാ ഫുള്ള് മഴ. ഹലോ, ആരെങ്കിലും നിർത്തണേന്ന് പറഞ്ഞ് ലിഫ്റ്റ് അടിക്കുവാണ്. ഓ യെസ്, wow, yeah, we go inside, it's okay. Hi, thank you. Okay, yeah, nice to meet you. ഒരു പയ്യൻ ലിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ സിറ്റി സെൻറ്റർ ആയിട്ടുള്ള റബാത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിക്ടോറിയയിൽ വന്നിട്ടുണ്ട്. റബാത്ത് എന്ന് പറയുന്നത് അറബ്സ് വന്നപ്പോൾ കൊടുത്ത പേരാണ് കേട്ടോ. ഇവരുടെ പഴയ പേരാണ് റബാത്ത് എന്നുള്ളത്. ഇവിടെ മഴയായതുകൊണ്ട് ആളുകൾ ഇനി ഇറങ്ങുന്ന കുറവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ടൂറിസ്റ്റ് ആണ് കേട്ടോ. പിന്നെ വിൻ്റർ തുടങ്ങിയാൽ ഇവിടെ ടൂറിസം വളരെ കുറവാണ്. സമ്മറിലാണ് ഇവിടെ ഫുള്ള് ടൂറിസം. ഇതാണ് ഇവിടുത്തെ പാർട്ടിസി എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് എവിടെ നിന്ന് വന്ന ഭക്ഷണമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പക്ഷേ എല്ലാ ആളുകളും ഇതുപോലെ കുറേ കടകൾ ഇതുപോലെ കാണാൻ പറ്റും. ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു അതില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു മൊരിഞ്ഞ ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ സമൂസയൊക്കെ അല്ലേ, അതുപോലെ ഒരു ക്രഞ്ചി സമൂസ പോലെ ഇതുപോലെ പല കടകൾ കാണും. ഇവിടെയെല്ലാം ഇവരുടെ പാർട്ടിസി അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിനി ബസ് കയറിയിട്ട് ഞാൻ മെയിൻ ഐലൻഡിലോട്ട് പോവാണ്. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ അതായത് ഈ കാണുന്നത് കണ്ടില്ലേ, ഈ കാണുന്നത് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു നോർമൽ ഹെൽത്ത് സെൻ്റർ. ഇവിടെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹയർ ആയിട്ടുള്ള അല്ലേ സ്പെഷ്യലിസ്റ്റിനെയോ സർജനെയൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ 3-4 മാസം എടുക്കും കേട്ടോ, റെഫർ ചെയ്തിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് കുഴപ്പമില്ല കേട്ടോ. കാരണം 3-4 മാസം ഒരു സർജനെ കാണാൻ വേണ്ടി നമ്മൾ നേരെ പോയി ഒരാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ സർജനെ വിടും. ചിലപ്പോൾ കൂടിപ്പോയാൽ ആഴ്ചയിൽ 2-3 ദിവസമായിരിക്കും സർജൻ അവിടെ ഉള്ളത്. എന്നാലും പ്രൈവറ്റിൽ പോയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇവിടോട്ട് വരുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെയൊക്കെ എന്തോരം ഇഫക്റ്റ് ഉണ്ടെന്ന്. സത്യമല്ലേ? അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 1-2 ആഴ്ച ഫോർ ഷുവർ അതിൻ്റെ റിസൾട്ട് കിട്ടാം. അതും വാങ്ങിച്ചുകൊണ്ട് വേണം ഡോക്ടറെ കാണാൻ പോകാൻ. അപ്പോഴത്തേന് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അപ്പോഴത്തേനും നമ്മുടെ അസുഖമെല്ലാം മാറും. ഹെപ്പറ്റൈറ്റിസ് ഞാൻ ഓർക്കുന്നു, അന്ന് ചൈനയിൽ വെച്ച് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉള്ള അവർക്ക് നല്ലപോലെ സംസാരിക്കാൻ ഒന്നും പറഞ്ഞുകൂടല്ലോ. ഞാൻ നാട്ടിൽ പോയി രാവിലെ പോയി പേരൂർക്കട ഒരു നോർമൽ ആശുപത്രിയിൽ പോയി. അവരപ്പം തന്നെ എന്തോ ബ്ലഡ് എടുത്തപ്പോൾ എന്തോ അവർക്ക് ഡൗട്ട് വന്ന് നേരെ മെഡിക്കൽ കോളേജിൽ പോയി. അവർ റെഫർ ചെയ്ത് അവർ വീണ്ടും ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്കുള്ളിൽ, അതായത് രാവിലെ പോയി ഉച്ചയ്ക്കുള്ളിൽ എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ച് അവരെന്നെ അഡ്മിറ്റ് ചെയ്തു കേട്ടോ. ആ ഒരു സംഭവം ഒന്നും ഇവിടെ നടക്കൂല. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന കാർഡ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് പോകുന്നത്. ഇതെൻ്റെ കാർഡല്ല, ഇത് മറ്റേ ബ്രോൻ്റെ കാർഡാണ് കേട്ടോ. വേറെ ആൾക്കാരുടെ കാർഡ് വെച്ചിട്ടാണ് പോകുന്നത്. കയറി നോക്കിയാൽ പ്രശ്നമാവും. അങ്ങനെ നോക്കിയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇത് വെച്ചിട്ട് നമുക്ക് ധാരാളം യാത്രയാണ്. നമ്മളങ്ങനെ നമ്മുടെ ഹാർബറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഫെറി എടുത്തിട്ട് ഇനി നമ്മുടെ മാൾട്ടയുടെ പ്രധാന ഐലൻഡിലോട്ട് പോകുന്നത്. നമ്മൾ ഫെറി എടുക്കാൻ വേണ്ടി നമ്മുടെ ടെർമിനലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. യു ഓൾറെഡി ഹാവ് ദ ടിക്കറ്റ്? ഓക്കെ, ഐ വിൽ ഗെറ്റ് ദ ടിക്കറ്റ്. നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ 4.65 യൂറോ. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് ഏകദേശം 500 രൂപയാണ് കേട്ടോ ഈ ഫെറിക്ക് വരുന്നത്. നമ്മളിവിടെ യെസ്, അങ്ങനെ നമ്മൾ ഫെറിയുടെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ബോട്ടിൽ തന്നെയാണ് താഴെ വണ്ടികൾ. ഇതിൻ്റെ അടിയിൽ വണ്ടികൾ, മുകളിൽ നമ്മൾ ആളുകളാണ്. നമ്മൾ ബോട്ടിൻ്റെ മുകളിലോട്ട് കയറി നമ്മുടെ ഫെറിയുടെ കാണുന്നതാണ് നമ്മുടെ ഹാർബറും സംഭവങ്ങളെല്ലാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗോസ ഇവിടെ പറഞ്ഞു പോവാണ്. ബബേ ഗോസോ. നമ്മുടെ വേറൊരു ഫെറി അപ്രോച്ച് ചെയ്യുകയാണ് കേട്ടോ. ആ ഫെറിയുടെ ഇത് ഫ്രണ്ട് തുറക്കുന്ന കണ്ടില്ലേ, കാരണം അവിടെയാണ് കേട്ടോ വണ്ടികൾ. ഇവർ കാറുകൾ കയറ്റാൻ വേണ്ടി ഇത് തുറക്കുവാണ്, കാറുകൾ ഇറക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിൽ തന്നെ 2 ഡെക്കാണ് കേട്ടോ. 2 ഡെക്ക് വണ്ടികളാണ് ഈ ഒറ്റ ഇതിൽ തന്നെ. പിന്നെ അല്ലാതെ മുകളിൽ പാസഞ്ചേഴ്സ്. അത് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുവാണ് നമ്മുടെ ഹാർബറിലോട്ട്.
നമ്മളങ്ങനെ അവസാനം നമ്മുടെ പോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഹുയ്, ലെറ്റ്സ് ഗോ. ഇവിടെ നല്ല കാറ്റും തണുപ്പും. ഇവിടെ കുറേ ടൂർ ഗ്രൂപ്പുകൾ ടൂറിസ്റ്റ് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്നവരായിട്ടുണ്ട്. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നു. വീണ്ടും ഹിച്ചേക്കിങ് ചെയ്യുന്നു. നമ്മൾ ഫെറിയിൽ നിന്ന് വന്നിറങ്ങിയ ഒരു കാറിൽ നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോവാണ് കേട്ടോ. താങ്ക് യു മാൻ, താങ്ക് യു സോ മച്ച്. So random, you know, so random for you. Okay. Sorry. There's no problem. It's full. No, it's okay. My name is Alice. Alice, wow, nice to meet you, Alice. Yeah, nice to meet you. Isa. Oh, Nice to meet you. nice to meet you. Hui Ying. And Mahin. Yeah, Taiwan? Mahin. No, India. India. Yeah. Taiwan. Yeah. France. France. Okay. Nice. Bonjour. Bonjour. 5 ആൾക്കാരെടുത്താണ് കേട്ടോ ലിഫ്റ്റ് അടിച്ച് കയറിയത് അവരുടെ വണ്ടിയിൽ. Thailand. തായ്ലാൻഡ്. ഓക്കെ. Good. Thailand. പുള്ളിക്കാരി ഇംഗ്ലീഷ്. Bali. ബാലി. ഓക്കെ. Indonesia. And Philippines. ഫിലിപ്പീൻസ്. Oh, nice. You traveled a lot, many countries. നമ്മളങ്ങനെ അവരുടെ കൂടെ ലിഫ്റ്റ് അടിച്ച് വന്നിട്ട് നമ്മുടെ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ്ടേ മറ്റേ കുട്ടികളെ പോലെ ഇങ്ങനെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുന്ന ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലം ഞാൻ മുമ്പ് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഓൾറെഡി. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ട്രാഫിക് ഉണ്ട്. പിന്നെ മാൾട്ട ഈ ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും കൂടുതൽ എന്താ പോലീസ് പുറകിലോട്ട് പോകാൻ പറയുന്നതാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ട്രാഫിക് കൂടുതലാണ്. നമ്മൾ അവിടെ നിന്ന് ഈ കാണുന്ന കണ്ടില്ലേ, ദ ടേസ്റ്റ് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കൻ സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇത് BD സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ബംഗ്ലാദേശുകാരുടെയാണ് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ സൂപ്പർ മാർക്കറ്റ്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ തന്നെ ഒരു 2 മലയാളികൾ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ബ്രോ, ഹുവൈസ് ബ്രോ, ഹായ്. എത്ര ആളായി ഇവിടെ? ഞാനിപ്പോ മാൾട്ടയില് 6 വർഷം. എവിടെയാ നാട്ടില്? കാസർഗോഡാണ്. ബ്രോയോ? എന്റെ പേര് അഫ്സല്. നമ്മൾ രണ്ടാളും സെയിം ആണ്. രണ്ടുപേരും ഒരുമിച്ചാണ്, നാട്ടിലാണ് കേട്ടോ ഇവര്. പുള്ളിക്കാർ കുറേ ആയി ഇവിടെ, 6 വർഷമൊക്കെ ആയി കേട്ടോ. അയ്യോ, ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് മിസ് ചെയ്തു. ബേക്കറി ജംഗ്ഷൻ. ദാറ്റ്സ് മൈ ലാംഗ്വേജ്. സി ഇൻ മൈ ലാംഗ്വേജ്. ബേക്കറി ജംഗ്ഷൻ മലയാളത്തിൽ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നു. കൊള്ളാലോ. ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ മലയാളത്തിൽ ബേക്കറി ജംഗ്ഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സമൂസ, നമ്മുടെ മുട്ട പപ്സ് 1.8 യൂറോ കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 190 രൂപ ഒരു മുട്ട പപ്സിന് നമ്മുടെ നാട്ടിലെ 190. പരിപ്പ് വട 100 രൂപ അടുപ്പിച്ച് തരും കേട്ടോ ഒരു പരിപ്പ് വടക്ക്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. രാത്രി ആയപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറച്ച് ചാവി ബ്രോ, ഒരു ഹായ് പറയേ. ബ്രോ കുറേ ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അവസാനം കണ്ടുമുട്ടി. സുഖമല്ലേ ബ്രോ? സേ ഹായ്. ഹലോ. ഹുയ്. പിന്നെ ഇവര് ടുണീഷ്യയിൽ നിന്നാണ്. ഇവിടെ കണ്ടില്ലേ മിസ്റ്റർ ഡിക്സ് സെക്സി ബേക്കറി. കൊള്ളാമല്ലോ. ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മീറ്റ് മീ അറ്റ് മിസ്റ്റർ ഡിക്, യുനോ. ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേക്കറിയാണ് കേട്ടോ. നൈസ്. ഓ, അവിടെ കൊള്ളാം കേട്ടോ ഇത്. ഹലോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ ക്ലബിംഗ് സ്ട്രീറ്റുകളാണ് കേട്ടോ. നൈറ്റ് ലൈഫ് സ്ട്രീറ്റുകളാണ്. ഫുള്ള് ക്ലബ്ബുകളും ബാറുകളൊക്കെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് നമ്മുടെ ഹോളിഡേയ്സ് ആണ് കേട്ടോ. വീക്ക് ഡേയ്സിലാണ്. മുമ്പ് മലയാളികളൊക്കെ ഈസി ആയിട്ട് ക്ലബ്ബുകളിലൊക്കെ പോകുമായിരുന്നു. ഇപ്പം മലയാളികളൊക്കെ പോയാൽ ഈ ബൗൺസർമാർ കയറ്റി വിടൂല കേട്ടോ. കാരണം ഇന്ത്യക്കാർ കൂടിയപ്പോൾ അവരുടെ സ്വഭാവം സംഭവങ്ങളൊക്കെ എന്താ പറയുക പല ആളുകൾക്കും ഇഷ്ടപ്പെടാത്തതുണ്ട്. പല ക്ലബ്ബുകളിൽ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ബൗൺസറിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ താണ്ടേ നമ്മൾ ആക്ച്വലി ക്ലബിൽ പോയി കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ID ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ID ഇല്ല, പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് രാജ്യമൊന്നും. ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സോറി ബ്രോ, ഇന്ത്യക്കാരെ കയറ്റൂല എന്ന് കേട്ടോ. ഇവിടുത്തെ ക്ലബ്ബ് അതുപോലെ ഇന്ത്യക്കാരെ കയറ്റൂല. ആ ക്ലബിൽ ഇന്ത്യനായിട്ടുള്ള എന്നെ കയറ്റിയില്ല കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു ഇറങ്ങി ഓടാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ ബാക്കി ഏത് ആൾക്കാരെയും കയറ്റും. കുറച്ച് തൊലി വെളുപ്പുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇന്ത്യക്കാരനല്ല എന്ന് വിചാരിക്കും, അവരെ കയറ്റും. ബട്ട് ഇന്ത്യക്കാരനായ സാധാരണ ഇവിടെ വരുന്ന എല്ലാ മലയാളികൾക്കും എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ, കാരണം ഇന്ത്യക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കൽ, ഈ പെൺകുട്ടികൾ പാതി മുറിഞ്ഞ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അവരുടെ ഒരു ഇതുണ്ടല്ലോ.
ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. നമ്മൾ കുറേ ക്ലബ്ബുകളിൽ കയറി കുറച്ചു നേരം എൻജോയ് ചെയ്ത്. ഒരു ക്ലബ്ബിൽ കയറ്റിയില്ല, ഒരു ക്ലബ്ബിൽ ഇന്ത്യക്കാരൻ ടൂറിസ്റ്റ് ആയതുകൊണ്ട് മാത്രം കുറേ സ്റ്റാമ്പുകൾ കണ്ടുകൊണ്ട് മാത്രം കയറ്റി. പിന്നെ എൻ്റെ കൂടെ ഉള്ള മലയാളിയ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം കയറ്റി. പുള്ളിക്കാരൻ കാരണം അവിടുത്തെ വർക്ക് ചെയ്യുന്ന പെർമിറ്റ് ആണല്ലോ. കാരണം ഇന്ത്യക്കാർ വന്നിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാനികളായാലും ബംഗ്ലാദേശികളായാലും ബ്രൗൺ കളറുള്ള ആര് വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും അത് ഇന്ത്യക്കാരെന്നുള്ള ഒരു ഇതാണ്. ആദ്യം മാൾട്ടയിലും മലയാളികളുടെ അടുത്തൊക്കെ പല മാൾട്ടീസിനും സ്നേഹം ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം മുമ്പ് മലയാളികൾ കുറേ ഉണ്ടായിരുന്നു, മറ്റുള്ള ഇന്ത്യക്കാർ വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനികളൊക്കെ വളരെ കുറവാണ്. ഇപ്പം മറ്റുള്ളവർ കാണിക്കുന്നത്, നമ്മുടെ മലയാളികൾ തന്നെ കാണിക്കുന്നത് എല്ലാം കൊണ്ടും ഇപ്പം മാൾട്ടക്കാർക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ ഇന്ത്യക്കാരുടെ അടുത്ത്. അത് നമ്മളിപ്പോൾ അയർലൻഡിൽ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ഇപ്പോൾ പലയിടത്ത് നടക്കുവാണ് കേട്ടോ. അതായത് ആൻറ്റി ഇമിഗ്രേഷൻ അല്ലെങ്കിൽ എമിഗ്രൻസിൻ്റെ അടുത്തുള്ള എമിഗ്രൻസിൻ്റെ അടുത്ത് ഇഷ്ടമില്ലാത്തതായിട്ട് ഇതിൽ അല്ലെങ്കിൽ എമിഗ്രേറ്റ്സിനെ പുറത്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് പല ഇത് കിടക്കില്ല. അയർലാൻഡിലൊക്കെ ഇടിയൊക്കെ കിട്ടുകയല്ലേ ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള എമിഗ്രൻസിനൊക്കെ, അതായത് മറ്റുള്ള ഈ ലീഗലായിട്ടുള്ള എമിഗ്രൻസ് ആയാൽ പോലും. അപ്പം അത് യൂറോപ്പിൽ കൂടി വരുവാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിഞ്ഞു. നമ്മുടെ കൂടെയുള്ള മലയാളികൾ തന്നെ പറയും പാവം, അവർക്ക് വിഷമം ഉണ്ടാവും, മനസ്സിലായില്ലേ? കാരണം അവർ ക്ലബ്ബിൽ പോയി അടിച്ചു പൊളിക്കണമെന്നൊക്കെ തോന്നുന്നവർക്ക്. പക്ഷേ ചില ആളുകൾ ചെയ്തു വയ്ക്കുന്ന കാര്യം കൊണ്ട് എല്ലാവർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ ബൈ.